മഹാരാഷ്ട്രയിൽ ക്രൈസ്തവർക്കെതിരായ കടുത്ത നടപടിയുമായി മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. സർക്കാർ. മഹാരാഷ്ട്രയിൽ നൂറുകണക്കിന് അനധികൃത പള്ളികൾ ഉണ്ട് എന്നും 6 മാസത്തിനുള്ളിൽ അവ പൊളിക്കുമെന്നും റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ബവൻകുലെ സംസ്ഥാന നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മതപരിവർത്തന കേസുകൾ തടയുന്നതിനും സംസ്ഥാനത്തുടനീളം പ്രത്യേകിച്ച് ആദിവാസി ജില്ലകളിലുള്ള അനധികൃത പള്ളികൾ പൊളിക്കുന്നതിനും അടുത്ത 6 മാസത്തിനുള്ളിൽ കർശനമായ നിയമം നടപ്പിലാക്കുമെന്ന് ചന്ദ്രശേഖർ ബവൻകുലെ പറയുകയാണ്. മതത്തിന്റെ ഉന്നമനത്തിനായി വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അനധികൃത പള്ളികളിലൂടെ ആദിവാസികളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നുവെന്ന് ബി.ജെ.പി. എം.എൽ.എമാരായ അനൂപ് അഗർവാൾ, സുധീർ മുൻഗന്തിവാർ, സഞ്ജയ് കുട്ടെ, ഗോപിചന്ദ് പട്ടാൽക്കർ എന്നിവർ ആരോപിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. മതം മാറിയ ആദിവാസികൾക്ക് പട്ടികജാതി അതായത് SC വിഭാഗങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് തടയുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്നും എം.എൽ.എമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം പള്ളികൾക്ക് അനധികൃത വിദേശ ഫണ്ട് വന്നതിനോ അവർ നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്നുള്ളതിനോ തെളിവുകൾ സമർപ്പിക്കാൻ എം.എൽ.എമാർക്ക് സാധിച്ചിട്ടുമില്ല. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി പ്രകാരം പാൽഗർ, നന്ദുർബാർ തുടങ്ങിയ ആദിവാസി ജില്ലകളിലെ അനധികൃത പള്ളികളുടെ എണ്ണം അതിശയകരമാം വിധം വർദ്ധിച്ചു വരികയാണ് എന്ന് അഗർവാൾ അവകാശപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 2000 ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ 6 പള്ളികളുണ്ട് എന്നും ദൂലയിലെ 199 ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രം നിരവധി അനധികൃത പള്ളികളുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. ഭീഷണികളിലൂടെയും വൈദ്യസഹായം വഴിയും പ്രലോഭിപ്പിച്ചാണ് ആദിവാസികളെ മതപരിവർത്തനം നടത്തുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുകയാണ്. മതപരിവർത്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന 1515 സംഘടനകൾക്ക് കഴിഞ്ഞ വർഷം വിദേശ ധനസഹായം ലഭിച്ചതായും ഇത് വർഷങ്ങളായി സംസ്ഥാനത്തെ ഹിന്ദു ജനസംഖ്യയിൽ കുറവുണ്ടാക്കിയതായും സുധീർ മുൻഗന്തിവാർ അവകാശപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ വിവരങ്ങളുടെ ഉറവിടം അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. തുടർന്ന് നന്ദർബാർ ജില്ലയിലെ അനധികൃത പള്ളികളെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുന്നതിനും നിയമവിരുദ്ധമെന്ന് കണ്ടെത്തിയിരുന്ന പള്ളികൾ പൊളിച്ചു മാറ്റുന്നതിനുമായുള്ള ഒരു ഡിവിഷൻ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രലോഭനങ്ങളിലൂടെയും ഭീഷണിയിലൂടെയും നടന്ന മതപരിവർത്തനത്തിനെ കുറിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പള്ളികളുടെ സഹായത്തോടെയാണ് മതപരിവർത്തനം നടന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. മതപരമായ ഘടനകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 2011 മെയ് മാസത്തിലും 2018 മെയ് മാസത്തിലും പുറപ്പെടുവിച്ച ഉത്തരവുകളുണ്ട്. 6 മാസത്തിനുള്ളിൽ ഈ ഘടനകൾ നീക്കം ചെയ്യുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ ഡിവിഷണൽ കമ്മീഷണർമാരോട് ആവശ്യപ്പെടുമെന്നാണ് ബവൻകുലെ പറഞ്ഞിരിക്കുന്നത്. മതപരിവർത്തന കേസുകൾ തടയുന്നതിന് മഹാരാഷ്ട്ര സർക്കാർ കർശനമായ നിയമം നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. മതം മാറിയ ആദിവാസികൾക്ക് സർക്കാർ പദ്ധതി ആനുകൂല്യങ്ങൾ നൽകണമോ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ആദിവാസി വികസന മന്ത്രിയുടെ കീഴിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും ബവൻകുലെ പറയുന്നുണ്ട്. മതം മാറിയ ആദിവാസികളെ പട്ടികവർഗ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് പകരം ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സ്വീകരിക്കേണ്ട നടപടികൾ കമ്മിറ്റി പരിശോധിക്കുമെന്ന് ആദിവാസി വികസന മന്ത്രി അശോക് ഉയിക്കെ പറഞ്ഞിരിക്കുകയാണ്.